രാക്ഷസ പ്രണയം 41. വാതിൽ തുറന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് അവനൊന്ന് ഞെട്ടി. പായൽ, ആ വീട്ടിലെ വേലക്കാരിയായിരുന്നവൾ. പണത്തിനു വേണ്ടി രാത്രി അവനൊപ്പം കിടക്ക പങ്കിട്ടവൾ. പതിയെ അവന്റെ കണ്ണുകൾ അവളുടെ അല്പം വീർത്ത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വയറിലെത്തി നിന്നു. നീ എന്താ വീണ്ടും ഇവിടെ? നിന്നോട് മേലിൽ ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവന്റെ ദേഷ്യം അവളുടെ മുഖത്ത് പുച്ഛം നിറച്ചു. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ മിസ്റ്റർ ധ്യാൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ അംശം എന്റെ വയറ്റിൽ വളരുന്ന കാര്യം? അന്ന് നിങ്ങൾ പറഞ്ഞു അതിനെ നശിപ്പിച്ചു കളയാൻ. പക്ഷെ എന്തോ എനിക്കത് തോന്നിയില്ല. ഒരു ജീവനല്ലേ, അതും അത്യാവശ്യം പേരും പ്രശസ്തിയും പണവും ഒക്കെയുള്ള ഒരു ബിസിനസ്സുകാരന്റെ അംശം. ഞാൻ എന്തായാലും ഇതിനെ അങ്ങ് പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചു. പുച്ഛത്തോടെ അവന്റെ മുഖത്തോട്ട് നോക്കി അവൾ സംസാരിച്ചു. രാത്രിയിൽ അവന്റെ കാമക്കൂത്തുകൾക്ക് ഇരയായി നിന്നുകൊടുത്തത് അവളായിരുന്നു. പണത്തിനു വേണ്ടിയാണ്. പക്ഷെ അതിനിടയിൽ ഒരു അബദ്ധത്തിൽ അവൾ ഗർഭിണിയായി. ആ വിവരം അവനോട് പറഞ്ഞപ്പോൾ അവന് പുച്ഛമായിരുന്നു. എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്ത് നാട്ടിലേക്ക് പോകാനായി അവൻ അവളെ നിർബന്ധിച്ചു. അവൾ ആദ്യം വഴങ്ങിയില്ല. ബലപ്രയോഗത്തിലൂടെയാണ് അവൻ അവളെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചത്. പക്ഷെ ഇപ്പോൾ അവൾക്ക് പുറകിൽ ആൾബലമുണ്ട്, പണമുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ വിജയ് തന്നെ. ഓഹോ, അപ്പോൾ ഈ നശ്വതിനെ പ്രസവിച്ച് അതിന്റെ പേരിൽ പണം വിടുങ്ങാൻ നടക്കുകയാണല്ലേ? നടക്കില്ലല്ലോ മോളെ. നീ കളിക്കുന്നത് ഈ ധ്യാനിനോടാണ്. നിന്റെ ഒരു പ്ലാനും നടക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. വയറ്റിലുള്ള ഈ ജീവനെ നശിപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞു മാത്രമല്ല, നീയും ഈ ഭൂമിയിൽ നിന്ന് വിട പറയും. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് മുരണ്ടു. അവളുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. അവിടെ പക്ഷേ പുച്ഛമാണ് കാണാൻ സാധിച്ചത്. ഭയത്തിന്റെ നേരിയ കണിക പോലുമില്ല. അവളുടെ ആ പുച്ഛം കലർന്ന നോട്ടം അവനിലെ ദേഷ്യം ആളിക്കത്തിച്ചു. പാഞ്ഞു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കതകിനടുത്തേക്ക് നടന്നു, അവളെ പുറത്തേക്ക് വലിച്ചെറിയാൻ എന്ന പോലെ. പെട്ടെന്ന് അവന്റെ കാൽപാദങ്ങൾ നിശ്ചലമായി. വാതിലിന്റെ അടുത്ത് ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ഗൗരി. അവന്റെ അമ്മയുടെ അങ്ങനെ ഒരു ഭാവവും രൂപവും ആദ്യമായാണ് അവൻ കാണുന്നത്. ശരിക്കും ഒരു ഭദ്രകാളിയെ പോലെ. അമ്മയുടെ രൂക്ഷമായ നോട്ടത്തിൽ അവളുടെ കയ്യിലെ അവന്റെ പിടി അയഞ്ഞു. അവർ പതിയെ അവനരികിലേക്കായി ചെന്നു. അവന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എന്തോ അമ്മയുടെ ആ നോട്ടം അവന് നേരിടാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖം പതിയെ താണു. പെട്ടെന്നാണ് ഗൗരിയുടെ കൈ ശക്തമായി അവന്റെ കവളിൽ പതിഞ്ഞത്. നീ എന്താടാ പറഞ്ഞത്? അവളുടെ വയറ്റിലുള്ള നിന്റെ കുഞ്ഞിനെ കൊല്ലണമെന്നോ? നീ ഒരു മനുഷ്യനാണോ? ഒരു പെണ്ണിനെ കൂടെ കിടത്തി ആ വയറ്റിലുണ്ടാക്കിയപ്പോൾ നീ ആലോചിച്ചില്ലേ? എന്നിട്ട് ഇപ്പോൾ അവളോട് പറയുന്നു ആ കുഞ്ഞിനെ കൊല്ലാൻ? ഒരിക്കലും നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അവളുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ പ്രസവിക്കും. എന്റെ പേരക്കുഞ്ഞായി ഞാൻ അതിനെ വളർത്തുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പുറത്ത് ഒരു കയ്യടി ശബ്ദം കേട്ടു. ധ്യാൻ അങ്ങോട്ട് നോക്കി. എല്ലാവരും ഉണ്ട്. പ്രതാപനും മഹേന്ദ്രനും, എന്തിന് ആതിരമോൾ പോലും. എല്ലാവരും ഹാളിലെ സെറ്റിയിലേക്കിരുന്നു. ധ്യാൻ മാത്രം എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. കുറച്ചുനേരം അവിടെ നിശബ്ദത തളം കിട്ടി. പിന്നെ പ്രതാപൻ പതിയെ പറഞ്ഞു തുടങ്ങി. ഇവൻ പായലിനോട് വളരെ മോശമായാണ് പെരുമാറിയത്. കുഞ്ഞിനെ കൊല്ലണമെന്ന് പോലും പറഞ്ഞു. സമ്മതമല്ലെങ്കിൽ കുഞ്ഞിനെയും അവളെയും കൊല്ലുമെന്ന് പറഞ്ഞു. ആ സ്ഥിതിക്ക് എനിക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. എന്റെ പേരക്കുഞ്ഞിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നൽകണം. അതുകൊണ്ട് എന്റെ പേരിലുള്ള എല്ലാ സ്വത്തും പായലിന് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലേക്ക് ഞാൻ മാറ്റും. കുഞ്ഞിന് 18 വയസ്സാകുന്നത് വരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കൈകാര്യം ചെയ്യും. 18 വയസ്സ് തികഞ്ഞാൽ അതിന്റെ എല്ലാ അവകാശവും കുഞ്ഞിനായിരിക്കും. കുഞ്ഞിന്റെ അമ്മ എന്തായാലും പായലാണ്. അച്ഛനാവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പായലിനെ വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ യോഗ്യനായ ഒരാളെ കണ്ടെത്തി ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചയക്കും. പ്രതാപൻ പറഞ്ഞു നിർത്തിയതും ധ്യാൻ ഞെട്ടലോടെ അയാളെ നോക്കി. ബിസിനസ്സിലെ സ്ഥാനം ഏതാണ്ട് നഷ്ടമായി. മഹേന്ദ്രനും പ്രതാപനും തങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇനി ഒരിക്കലും ധ്യാനിനെ അടുപ്പിക്കില്ല. അതവന് ഉറപ്പായി. തന്റെ ബാങ്ക് ബാലൻസ് എല്ലാം തന്നെ ഫ്രീസ് ആയിരിക്കുന്നു. ഒരു പൈസ പോലും പ്രതാപൻ അറിയാതെ എടുക്കാൻ കഴിയില്ല. അവന് തല പെരുത്തു. എല്ലാ രീതിയിലും താൻ അകപ്പെട്ട് കഴിഞ്ഞു എന്നവന് മനസ്സിലായി. എന്നിരുന്നാലും പായലിനെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ തനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അച്ഛൻ മറ്റാരെങ്കിലും കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കും. എനിക്ക് ആലോചിക്കാൻ സമയം വേണം. അവൻ മനസ്സിൽ പല കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് പ്രതാപന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. നിനക്ക് കുറച്ച് സമയം പോയിട്ട് കുറച്ച് നിമിഷങ്ങൾ പോലും തരില്ല. ഇവളെ വേണമോ വേണ്ടയോ? ഈ നിമിഷം തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഇവളുടെ നാട്ടിൽ നിന്നും ബന്ധുക്കൾ കുറച്ചുപേർ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇവളെ ഇഷ്ടമുള്ള ഒരു പയ്യനുമുണ്ട്. അവനെ കൊണ്ട് ഇപ്പോൾ തന്നെ ഇവളുടെ വിവാഹം ഞങ്ങൾ നടത്തും. പിന്നെ ഞങ്ങളുടെ എല്ലാ സ്വത്തിനും അവകാശി ഇവളും അവനും ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുമായിരിക്കും. പ്രതാപൻ പറഞ്ഞു നിർത്തിയതും തന്റെ പദ്ധതികളെല്ലാം പാളിപ്പോകുന്നത് ധ്യാൻ അറിഞ്ഞു. ഇല്ല, തനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. തന്നെ എല്ലാ രീതിയിലും കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ തളർന്ന് സെറ്റിയിലേക്കിരുന്നു. 2 നിമിഷങ്ങൾ കഴിഞ്ഞ് അവൻ മറുപടി പറഞ്ഞു. എനിക്ക് സമ്മതമാണ്.
ഇവിടെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. അവൻ പറഞ്ഞു തീർന്നതും അവിടേക്ക് കുറച്ച് ആളുകൾ വന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ മഹേന്ദ്രനും വിജയും നേരത്തെ ചെയ്തിരുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അവർ എത്തിയത്. എല്ലാം കണ്ട് ധ്യാനിന്റെ കണ്ണ് തള്ളിപ്പോയി. മറ്റു വഴിയില്ലാതെ രജിസ്റ്ററിൽ അവൻ ഒപ്പുവെച്ചു. പായലും സാക്ഷികളായി ഒപ്പുവെച്ചത് വിജയും ആതിരയുമാണ്. രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന ആതിരയെ ധ്യാൻ നോക്കി. അവളും തിരികെ അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ ദേഷ്യവും പുച്ഛവും ധ്യാനിന് മനസ്സിലായി. ഒപ്പുവെച്ചതിന് ശേഷം വിജയ് ധ്യാനിന്റെ അടുത്തേക്ക് ചെന്നു. അവനെ പുണർന്നുകൊണ്ട് കാതോരമായി പറഞ്ഞു, നിന്നെപ്പോലെയുള്ളവന് ഇവളെപ്പോലെ ഒരു പെണ്ണെ ചേരൂ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. വിജയുടെ വാക്കുകളിലെ പരിഹാസം അത് ധ്യാനിന് നല്ലതുപോലെ മനസ്സിലായി. ശരി, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എങ്കിൽ പിന്നെ നമുക്കിറങ്ങിയാലോ? പ്രതാപനോടും ഗൗരിയോടുമായി മഹേന്ദ്രൻ ചോദിച്ചു. ശരി, നമുക്കിറങ്ങാം. പറഞ്ഞുകൊണ്ട് പ്രതാപനും ഗൗരിയും മഹേന്ദ്രന്റെ ഒപ്പം പോകാനായി ഇറങ്ങി. അച്ഛനും അമ്മയും എങ്ങോട്ട് പോകുന്നു? അവർ ഇറങ്ങുന്നത് കണ്ട് ധ്യാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. ഇല്ല, ഇനി ഈ വീട്ടിൽ നിന്നോടൊപ്പം ഞങ്ങളില്ല. നീയും പായലും അവളുടെ ബന്ധുക്കളും ഇവിടെ താമസിച്ചു. ഞാൻ ഇനി എന്റെ മഹിക്കൊപ്പമാണ്. പിന്നെ ഒരു കാര്യം, അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇനി അങ്ങോട്ട് വരണമെന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപനും ഗൗരിയും അവരോടൊപ്പം ഇറങ്ങി. അച്ഛനും അമ്മയും കൂടി പോയതോടെ അവന് വല്ലാത്ത ശൂന്യതയും ദേഷ്യവും തോന്നി. അവൻ അവരുടെ കിടപ്പുമുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും പായൽ അവിടേക്ക് വന്നു. അവളെ കണ്ടതും അവന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് കുറച്ചുനേരം അവളെ നോക്കി. അവളും അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ മുഖത്തെ പുച്ഛം അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അവളെ തല്ലി. പക്ഷേ അത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. പായലിനെ അവൻ തല്ലുന്നത് കണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ബന്ധുക്കൾ അങ്ങോട്ട് വന്നത്. എല്ലാം നല്ല ഗുസ്തിക്കാരന്മാർ. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ധ്യാനിനെ എടുത്തങ്ങ് പഞ്ഞിക്കിട്ടു. ഒടുവിൽ എഴുന്നേൽക്കാനാവാതെ തളർന്നു കിടക്കുന്ന അവന്റെ അരികിലേക്ക് അവൾ ചെന്നു. അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഞാനിപ്പോൾ ഈ വീട്ടിലെ വേലക്കാരിയല്ല, നിങ്ങളുടെ ഭാര്യയാണ്. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ അവകാശവും അധികാരവും ഈ വീട്ടിൽ ഇപ്പോൾ എനിക്കാണ്. അത് മറക്കരുത്. ശക്തമായ താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വിജയും മഹേച്ചനും തന്നെ അടിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും കൊണ്ടും തന്നെ തല്ലിക്കുന്നു. ആദ്യം മണി, പിന്നെ പായൽ, അവളുടെ ബന്ധുക്കൾ. വല്ലാത്ത ദേഷ്യം തോന്നി, സങ്കടം തോന്നി, ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. കുറെ നേരം അവൻ നിലത്ത് തന്നെ കിടന്നു. ശരീരമാകെ വേദനയാണ്. ഒരാൾ പോലും അവനെ തിരിഞ്ഞു നോക്കിയില്ല, പായൽ പോലും. മണിക്കൂറുകൾ കഴിഞ്ഞ് അവൻ തന്നെ പതിയെ പിടിച്ച് എഴുന്നേറ്റ് കട്ടിലിലേക്ക് കിടന്നു. ഗൗരിക്ക് ഇപ്പോഴും വിഷമമാണ് ധ്യാനിനെ പിരിയേണ്ടി വന്നതിൽ. എങ്കിലും ഒരു പെൺകുട്ടിയോട് അവൻ മോശമായി പെരുമാറി അവളെ ഗർഭിണിയാക്കി ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെപ്പോലും കൊല്ലാൻ അവൻ തുനിഞ്ഞു. ഇതൊക്കെ ഓർക്കുമ്പോൾ അവനോട് ക്ഷമിക്കാനും അവർക്ക് പറ്റുന്നില്ലായിരുന്നു. ആതിരയും വിജയും അവർക്കൊപ്പം തന്നെ ഉണ്ട്, ഒരു നിമിഷം പോലും ഒറ്റയ്ക്കാക്കാതെ. ധ്യാനിന്റെ കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അങ്ങേയറ്റം സന്തോഷത്തിലാണ്. പെണ്ണിനെ വളയ്ക്കാൻ മുത്തശ്ശന്റെ അതേ കഴിവ് വിജയ്ക്കാണ് കിട്ടിയതെന്നാണ് മുത്തശ്ശിയുടെ അഭിപ്രായം. മുത്തശ്ശി പറഞ്ഞതുപോലെ വിജയും ആതിരയും ഇപ്പോൾ ശരിക്കും ഇണക്കുരുവികൾ തന്നെയാണ്. അവരുടെ പ്രണയവും സന്തോഷവും എല്ലാവരിലും സന്തോഷം നിറയ്ക്കുന്നുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. ധ്യാനിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. വീടിന്റെ ഭരണം മുഴുവനും പായലും അവളുടെ ബന്ധുക്കളുമാണ്. അവിടെ ഒരു പട്ടിയുടെ വില പോലും ധ്യാനിനില്ല. മണി പറഞ്ഞതുപോലെ അവരുടെ തന്നെ ഓഫീസിൽ വെറും ഒരു അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ അവന് താല്പര്യമില്ലായിരുന്നു. വലിയ ഒരു ബോസിനെ പോലെ ആ ഓഫീസുകളിൽ കയറിയിറങ്ങിയ തനിക്ക് അവിടുത്തെ വെറും ഒരു അക്കൗണ്ടന്റായി മാറാൻ അവന്റെ ഈഗോ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ജോലി വേണ്ട എന്ന് വെച്ച് മറ്റു പല കമ്പനികളിലും ജോലിക്കായി സമീപിച്ചു. പക്ഷെ അവിടെയെല്ലാം അവൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, വിജയ് തന്നെ. ഒടുവിൽ മറ്റു വഴിയില്ലാതെ അവൻ അക്കൗണ്ടന്റായി തന്നെ ഓഫീസിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയും അവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. പണി അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ചിലപ്പോഴൊക്കെ അവന്റെ കൈകൾ ധ്യാനിന്റെ കവിളിൽ പതിഞ്ഞു. പായലിനെ ഉൾക്കൊള്ളാൻ അവൻ ഇതുവരെ ആയിട്ടില്ല. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നതിലപ്പുറം മറ്റൊരു സ്ഥാനം അവൾക്ക് നൽകാൻ കഴിയില്ല. അവന് ജീവിതമാകെ മടുത്തു. അവനെ ഏറ്റവും തളർത്തിയത് വിജയുടെ സന്തോഷമാണ്. ആതിരയ്ക്കൊപ്പമുള്ള അവന്റെ സ്വർഗതുല്യമായ ജീവിതമാണ്. ഒരിക്കലും വിജയ്ക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഒരു പ്ലേ ബോയ് പോലെ അവന്റെ ജീവിതം അവസാനിക്കണം, അതായിരുന്നു ധ്യാനിന്റെ ആഗ്രഹം. അതിനായി പല പെണ്ണുങ്ങളെയും കാശ് കൊടുത്ത് അവൻ വിജയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ചിലപ്പോഴൊക്കെ വിജയ് ആതിരയോട് ഫോണിൽ സംസാരിക്കുന്നവൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അവളോടുള്ള അവന്റെ കരുതലും സ്നേഹവും മുഖത്തെ സന്തോഷവും എല്ലാം ധ്യാനിനെ ശരിക്കും ഭ്രാന്തനാക്കി. ജീവിതത്തെക്കാൾ ഏറെ അവൻ മരണത്തെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ മരിക്കുന്നതിന് മുൻപ് ആതിര അവളെ അറിയണം. മരണത്തിൽ അവളെയും കൂട്ടണം. അവളുടെ മരണം അതവനെ തകർക്കും. ഒരുപക്ഷെ അവൻ സ്വയം മരണം തിരഞ്ഞെടുക്കും.
പിന്നീട് അങ്ങോട്ട് അത് മാത്രമാണ് ചിന്തിച്ചത്. മരിക്കാൻ സ്വയം തീരുമാനിച്ചവന് കിട്ടുന്നൊരു ധൈര്യം, അത് അവന് കൂടെ കൂട്ടായി നിന്നു. തുടരും.